ആദ്യം തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നമുക്ക് സാറ എന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ, ലൈക്ക് അതൊരു സോളാണ് ഈ ഒരു ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ അതൊരു റെപ്രസെൻറ്റേഷനാണ്, ഒരുപാട് പേരുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് സാറ. അപ്പം അതെങ്ങനെയായിരിക്കും എന്നുള്ളത്, കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. വായിച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് രസമാണ് ആ കഥാപാത്രം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അനശ്വര അത് പെർഫോം ചെയ്തപ്പോൾ, ഞാനത് ചെയ്തപ്പോൾ തന്നെ അനശ്വര എടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് അനശ്വരയുടെ കരിയറിലാണ് ഇതുവരെ ചെയ്ത സിനിമകൾ കുറച്ചേ കണ്ടിട്ടുള്ളൂ, കണ്ട സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക ഉള്ളിലേക്ക് ലൈക്കബിലിറ്റി എന്നൊക്കെ പറയില്ല നമ്മൾ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആൾക്കാർ അവരുടെ സ്വന്തം ആളാണ്, നമ്മൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് അവരിഷ്ടപ്പെടാൻ പോകുന്നൊരു കഥാപാത്രമായിരിക്കും സാറ എന്ന് ഞാൻ അപ്പോൾ തന്നെ പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ ഒരു മൾട്ടിപ്പിൾ അത് ഡബ് ചെയ്ത് അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ക്ലോസും ഒക്കെ കണ്ടപ്പോൾ കണ്ണൊക്കെ വെച്ച് അതിമനോഹരമായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. ഈവൻ ബ്രെത്തും പുള്ളിക്കാർ അത് ഹോൾഡ് ചെയ്യുന്നതും. അപ്പോൾ സാറ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൽ നിന്ന് ലൈക്ക് ഒരു അനശ്വര രാജൻ ഫാൻ ബോയ് മൂവ്മെൻറ്റ് വരെ തോന്നിയിരിക്കുക, ലൈക്ക് അത്രയും ബ്രില്യൻ്റായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട് അനശ്വര. ഇപ്പം മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞതും ശരിയാണ്, മ്യൂസിക് വളരെയധികം ഒരു സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ, ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ തിയേറ്ററിൽ അത് കാണുമ്പോൾ അത് അപ്പം എടുത്തതിനേക്കാളും നമുക്ക് ആ മ്യൂസിക് കയറുമ്പോൾ അതിൻ്റെ ഒരു ഞാൻ ഉള്ള സീൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതല്ലാതെ തന്നെ ഈ സിനിമയുടെ ഒരു ട്രാവലിൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട രംഗത്തിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ഇമോഷണൽ കോഷ്യൻ്റ് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെ ബ്രില്യൻ്റായിട്ട് വിഷ്ണു ശ്യാം അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ മ്യൂസിക്കും 2 സോങ്സ് ഉണ്ട്, മീൻസ് ഒരു തീം സോങ് ആയിട്ടുള്ള സാറാ തീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്യൂണും പിന്നെ റൂഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ്ങും ഉണ്ട് ക്ലൈമാക്സിന്. രണ്ടും സാറ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു സോൾ ഓഫ് ദ ഫിലിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് സിനിമ ഷൂട്ടിന് മുമ്പേ തന്നെ വിഷ്ണു അത് സെറ്റ് ചെയ്ത് വെച്ചൊരു മ്യൂസിക്കാണ്. സാറ് നമ്മളെ കേൾപ്പിച്ചു തന്നു ലൊക്കേഷനിൽ വെച്ച്, നമ്മളൊരു ഷൂട്ടിംഗ് ഇനീഷ്യൽ സ്റ്റേജസ് ഒക്കെ ആയപ്പോൾ അപ്പം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റി. ഈ സിനിമയുടെ ഒരു സോളാണ് തീം ഓഫ് സാറ. നമുക്കത് ഈവൻ ഭയങ്കരമായിട്ട് നമുക്കത് മനസ്സിലാവും സാർ എങ്ങനെയാണത് കൊണ്ടുപോകുന്നതെന്നും, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സോളാണ് ആ സോങ്. അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ക്രിയേഷനാണ് വിഷ്ണുവിൻ്റെ. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്, ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്. കാരണം സിനിമ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴും ആ ഒരു ഹുക്ക്, നമുക്ക് ആ ഒരു വേദന അല്ലെങ്കിൽ ഒരു സന്തോഷവും വേദന എല്ലാം നിറഞ്ഞൊരു മൂമെൻറ്റിൽ നിന്നാണ് നമ്മൾ ആ തിയേറ്റർ വിടുന്നത്. അപ്പോൾ അത് മ്യൂസിക് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ പല രംഗങ്ങളിലും, പല ഡയലോഗ് രംഗങ്ങളിലും ഈ മ്യൂസിക്കിൻ്റെ പ്രാധാന്യമുണ്ട്. എക്സ്പ്രഷൻസിലും റിയാക്ഷൻസിലുമൊക്കെ ഈ മ്യൂസിക് ഭയങ്കരമായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രില്യൻ്റ് ജോബ് ബൈ വിഷ്ണു ശ്യാം. ഇപ്പോൾ സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ പ്രകടനവും വളരെ മികച്ച രീതിയിൽ ഇപ്പം മോഹൻലാൽ എന്ന പ്രതിഭയോടൊപ്പം തന്നെ എടുത്തു പറയാവുന്ന രീതിയിലാണ് അദ്ദേഹവും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ നേരിൽ കാണുന്ന സമയത്ത്? തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ ഒരു ക്ലാപ്സ് ആണ്. ലൈക്ക് അത്രയ്ക്കും വലിയ 2 പേജ് 3 പേജ് ഡയലോഗൊക്കെ അദ്ദേഹം ഒരു സിംഗിൾ ടേക്കിലും അത്രയും മെമ്മറിയാണ്. എനിക്ക് ആ മെമ്മറിയാണ് ഇഷ്ടപ്പെട്ടത്. ലൈക്ക് അദ്ദേഹം അത്രയും വലിയ ഡയലോഗ്സുകളും അതിൻ്റെ ഇടയിൽ വരുന്നൊരു ബ്രേക്സും അത് കൊടുക്കുന്ന ആ ഗ്രാഫ്, ആ ക്യാരക്ടർ അദ്ദേഹം പുൾ ഓഫ് ചെയ്തേക്കുന്നത് ഭയങ്കര അൺബിലീവബിൾ ആണ്. അത് മാത്രമല്ല ഓരോ സിനിമകളും സിദ്ദിഖ് സാറ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ ഗരുഡൻ എന്ന സിനിമയിലും അദ്ദേഹം ഒരു അഭിഭാഷകനായിട്ടുള്ള ഒരു വേഷം ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ ഒരു കഥാപാത്രം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തപ്പെട്ടൊരു, തീർച്ചും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഒരു ടുവേർഡ്സ് ക്ലൈമാക്സ് ഒരു രംഗമൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു മാച്ച്ലെസ് ആൾക്കാരിലേക്ക് ഭയങ്കരമായിട്ട് അത് എത്തിയിട്ടുണ്ട് ഒരു കഥാപാത്രത്തിൻ്റെ. അപ്പോൾ അത് ത്രൂ ഔട്ട് അത് കീപ്പ് ചെയ്യുക, അത് പെർഫോം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു കംപ്ലീറ്റ് ആക്ടർ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം. കാരണം എത്ര തരം വേഷങ്ങളാണ് അദ്ദേഹം, ഒരു വർഷം തന്നെ എത്ര തരം വേഷങ്ങളാണ് അദ്ദേഹം കാഴ്ചപ്പെടുന്നത്. അതോരും ഒന്നിനേക്കാളും മെച്ചമായിട്ടുള്ള വേഷങ്ങളാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ലേണിംഗ് ആണ്, നമുക്കൊരു ഇൻസ്പിറേഷനാണ്. അതാ പറഞ്ഞത്, ഇത്തരം പെർഫോമേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാടധികം പഠിക്കാനും പറ്റും. പിന്നെ ഒരുപാടധികം നമുക്ക് ബെറ്റർ ആവണം. നമ്മളിനിയും മുന്നോട്ട് യാത്ര ചെയ്യാനുള്ളൊരു പ്രോസസ്സാണല്ലോ. അപ്പോൾ നമുക്ക് ഇനിയും റിഫൈൻ ചെയ്ത് ബെറ്റർ ആവണം എന്നുള്ളൊരു വിശ്വാസം വരും, അല്ലെങ്കിൽ ഒരു തോട്ട് വരും. ശരിക്കും ആസ് എൻ ആക്ടർ നമ്മളെ എവിടെയെങ്കിലും അത് ഇവർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ആസ് എ സിനിമ ഓഡിയൻ നമുക്കത് ഭയങ്കരധികം ഇഷ്ടപ്പെട്ട ആക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതും ആസ് എൻ ആക്ടർ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് മനസ്സിലാവും, എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു എക്സ്പീരിയൻസ് അല്ലേ, ഇത്രയും വർഷങ്ങളായിട്ട് ഞെട്ടിക്കുന്ന പെർഫോമൻസാണ്. സോ ഭയങ്കര ഒരു ബ്ലസ്ഡ് ആണ് ശരിക്കും സിദ്ദിഖ് സാറിൻ്റെ ഒക്കെ പെർഫോമൻസ് നേരിട്ട് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇത്ര നല്ല സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജഗദീഷ് ചേട്ടൻ എടുത്തു പറയേണ്ട ഒരു വഴിയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ കോൺവെർസേഷൻസ് എനിക്കുണ്ടായത് ജഗദീഷ് ചേട്ടൻ്റെ കൂടെയായിരുന്നു. കാരണം കോമ്പിനേഷൻസും പിന്നെ നമ്മൾ ഇരിക്കുന്നതൊക്കെ ആ ഒരു സ്പേസിലായിരുന്നു. അപ്പോൾ വളരെയധികം അദ്ദേഹത്തിൻ്റെ പഴയ എക്സ്പീരിയൻസസ്, അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റിൻ്റെ കഥകൾ, പിന്നെ ഒരുപാടധികം തമാശകൾ നമ്മുടെ ഇടയിൽ തന്നെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, കളിയാക്കലും തമാശകളൊക്കെ. അത് ഭയങ്കര ട്രോളുകൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കര രസമാണ്. ഇത്രയും മലയാള സിനിമയിലെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഹാസ്യരാജാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഭയങ്കര അദ്ദേഹം കാണുന്ന സിനിമകൾ, അതാണ് നമുക്ക് ഏറ്റവും എല്ലാ ഭാഷയിലും ഏത് സിനിമയെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ലൊക്കേഷനിൽ ഒരാളിങ്ങനെ വന്ന് ഇന്നൊരു സിനിമയുണ്ട്, ഇന്ന ലാംഗ്വേജിലൊരു സിനിമയാണെന്നൊക്കെ പറഞ്ഞ പുള്ളി നമ്മളിങ്ങനെ ഒരു ആരും കാണാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം ഞാനും ഇങ്ങനെ വന്ന് അടിച്ചു. ഇങ്ങനെ നമ്മളൊരു ചെറിയ ഏറെ പിടിച്ച് പറയുമല്ലോ, ഓക്കെ ഞാൻ ഈ സിനിമ കണ്ടത് വ്യത്യസ്ത സിനിമയാണ്, പിന്നെ നമ്മൾ മാത്രം കണ്ട സിനിമയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി ഏറെ പിടിക്കുമല്ലോ.
ജഗദീഷേട്ടൻ കണ്ട് ഞാനെന്തോ അതിൻ്റെ ഇടയിൽ തെറ്റിച്ചു ജഗദീഷേട്ടൻ, അത് എന്നെ മാറിയെന്ന് എൻ്റെ അടുത്ത് പറയും അങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി അദ്ദേഹം കാണുന്ന സിനിമകൾ, എല്ലാ സിനിമകളും, എല്ലാ ഭാഷാ സിനിമകളും അദ്ദേഹം OTT-ലും അല്ലെങ്കിൽ തിയേറ്ററിൽ എല്ലാ സിനിമകളും ഫസ്റ്റ് ഡേ അദ്ദേഹം പോയി കാണും. നമ്മുടെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജവാൻ ഇറങ്ങി, പല പല വലിയ വലിയ സിനിമകൾ ഇറങ്ങി. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് മോർണിംഗ് ഷോ ഒക്കെ അദ്ദേഹം കാണും. ലൈക്ക് അതൊരു സ്റ്റുഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകമല്ലേ, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും അദ്ദേഹം തെളിയിക്കേണ്ടതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഒരു സിനിമ പുതിയ ഇറങ്ങുമ്പോൾ അതിൻ്റെ എന്ന് അദ്ദേഹം പറയും. അതിനെപ്പറ്റി അദ്ദേഹം എലോബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആസ് ഇൻ ലൈക്ക് അദ്ദേഹം എത്രത്തോളം അതിൽ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ എത്ര എക്സൈറ്റഡ് ആണ് അദ്ദേഹം ഒരു പുതിയ സിനിമ കാണാനും. അല്ലെങ്കിൽ ഒരു ഫിലിം ലവറും അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് കാണുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ലൈക്ക്